ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു കൂട്ടം എന്താ പറയുക, സിനിമ എന്നുള്ള ആഗ്രഹം കൊണ്ട് സിനിമയിലേക്ക് വന്ന കുറച്ച് പേരാണ്. അപ്പം നമുക്ക് അവരെ പരിചയപ്പെടാം, അവരുടെ വിശേഷങ്ങൾ അറിയാം. ഹലോ, എല്ലാവരും ഉണ്ട് അല്ലേ? വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ എന്താ പറയുക, ഒരു ന്യൂ ഇയർ വരാൻ പോവാണ്, പുതിയ വർഷം വരാൻ പോവാണ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും സിനിമ ലോകത്തെയും അല്ലാത്തെയും ഉള്ള വിശേഷങ്ങൾ അറിയാനാണ് നമ്മളിവിടെ കൂടിയേക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങളിവിടെ ചിലവരെയൊക്കെ നമുക്ക് നല്ല പരിചയമുണ്ട്, ചിലവര് നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സ്വയം പരിചയപ്പെടുത്താമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? എന്റെ അനിയനാണ് ഐഡിയ എന്ന് പറഞ്ഞ അല്ലേ, നമ്മുടെ ഐഡിയ സ്ഥാപനം ഉണ്ടായിരുന്നു. അതിന്റെ ബേസിൽ ഗാനമേള ട്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. കോതമംഗലംകാരാണ് കേട്ടോ. കോതമംഗലം മൊത്തം സിനിമക്കാരാണ്. നമ്മുടെ ആദർശ് സുകുമാരനെ അറിയാലോ, കാതലൊക്കെ ചെയ്ത്. അപ്പൊ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അനിയനും കൂടി ഇപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 പടത്തില് നായകനായില്ലേ. രണ്ടാമത്തെ പടം റിലീസാണ് തയ്യൽ മെഷീൻ. അപ്പൊ വിനയൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, ഇപ്പൊ നമ്മളോർക്കും മറ്റു വിനയൻ സാറല്ല കേട്ടോ, ഇത് ഇദ്ദേഹത്തിന്റെ അനിയൻ വിനയൻ കോതമംഗലം ഉണ്ട്. അപ്പൊ വിനയൻ കോതമംഗലത്തിന്റെ ആദ്യ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗത് മാനുവലിന്റെ ഒരു സിനിമയായിരുന്നു. പേരെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഒരു വ്യത്യസ്തമായൊരു സിനിമയായിരുന്നു, നല്ല കണ്ടന്റ് ആയിരുന്നു. അതിനുശേഷം വന്നെന്ന് പറഞ്ഞാൽ ജാക്കി ഷറോഫിനെ വെച്ചിട്ടൊരു മൂവി ചെയ്തായിരുന്നു. അപ്പൊ അതും ശേഷം ഇപ്പൊ നല്ലൊരു പ്രതീക്ഷയോട് കൂടി എത്തുന്ന ഒരു മൂവിയാണ് തയ്യൽ മെഷീൻ. അപ്പൊ അതിൽ നായകനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഗായത്രി ഇല്ലേ, ഗായത്രി സുരേഷ് എന്റെ നായകനാണ്. ഗായത്രി സുരേഷ്, കിച്ചു ടെല്ലസ്, ശ്രുതി ജയൻ, അങ്ങനെ ഒരുപാട് താരനിരകളുള്ള ഒരു പടമാണ്. ഹൊറർ മൂവിയാണ്. അപ്പൊ അഭിലാഷേട്ടനെ അറിയാം. അപ്പൊ അത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സുഹൃത്തുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞു, വിഷ്ണു കൊച്ചിക്കാരൻ. പുള്ളി അതിനകത്തൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. പക്ഷെ അവന്റെ ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇന്റർവ്യൂ ഉണ്ടോ ഈ സിനിമയെ കുറിച്ച് പറയും. അത് കാരണം എന്താ, സിനിമയെ സ്നേഹിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സിനിമയിൽ എന്തെങ്കിലും ആവണം. അതിനകത്ത് വിഷ്ണു ഒരു നല്ല ഒരു റോൾ ഉള്ളെങ്കിലും അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡിയാണ്. അപ്പൊ അതാണ് അതിനെ കുറിച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ടു, നല്ല പാട്ടാണ്. എന്തായാലും പ്രേക്ഷകർ എല്ലാവരും ഈ തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താണ് ഇതിന്റെ സ്റ്റോറി എന്നൊന്നും ഒരു പിടുത്തം കിട്ടില്ല അല്ലേ. അതാണ് ഇവരെ ഭയങ്കര വെറൈറ്റി. കാരണം തയ്യൽ മെഷീൻ ഇനിയിപ്പോ തയ്യൽക്കാരുടെ കഥയാണോ, അങ്ങനെയല്ല ടൈലറിങ്ങുകാരുടെ കഥയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഇത്. പക്ഷെ ഇതൊന്നും അല്ല, ഇതിൽ വേറെ ഒരു സസ്പെൻസ് ആണ് പടം. അതെന്തായാലും ഇവര് നമ്മള് തിയേറ്ററിൽ കാണാൻ വരുന്ന അല്ലെ, പിന്നെ വരുന്നവർക്ക് കൈ നിറയെ, അതായത് നമ്മളൊരു ഹോട്ടലിൽ കയറുന്ന ഫുഡ് കഴിക്കാൻ തരും, ഉറപ്പാണ്. ഇത് ഞാനത് പറഞ്ഞു പറയിപ്പിക്കാം. ഇത് നമുക്ക് കിട്ടിയെന്നൊരു ചാലക്കുടിക്കാരൻ ഞങ്ങൾ ഒരു പടം വന്നല്ലോ, മണിച്ചേട്ടൻ ഒരു നിമിഷം ഓർക്കുവാണ്. കലാഭവൻ മണിച്ചേട്ടന്റെ സിനിമയില് മണിച്ചേട്ടന്റെ അമ്മ വേഷം ചെയ്തൊരു കലാകാരിയാണ്. ഞാൻ അവിടെ വെച്ചിട്ടാണ് അഭിലാഷിനെ പരിചയപ്പെട്ടത്. പക്ഷെ എന്നെക്കാളും കൂട്ട് എന്റെ അപ്പച്ചനായിട്ടായിരുന്നു. അപ്പച്ചനും ബിനിയായിരുന്നു. അപ്പച്ചൻ ഇപ്പൊ മരിച്ചുപോയി, 5 വർഷമായി മരിച്ചിട്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, ആ സിനിമ കിട്ടിയെന്ന് പറഞ്ഞാണല്ലോ വലിയൊരു കാര്യം തന്നെ അല്ലേ മിനി. കാരണം മണിച്ചേട്ടന്റെ സിനിമ നല്ലൊരു പടമല്ലേ, നല്ല സിനിമ. ഒരുപാട് കരഞ്ഞു. എന്റെ ഒരു കൂട്ടുകാരി കണ്ടിട്ട് കരഞ്ഞോണ്ടാ എന്നെ ഫോൺ വിളിച്ചത്. കാരണം ചാലക്കുടിക്കാരൻ അങ്ങനെ നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട്. എന്തിനാണ് അങ്ങനത്തെ പടം എടുത്തത്, എന്താണ് കാണിച്ചു വെച്ചത്. പക്ഷെ സിനിമ നല്ല രസമുള്ളൊരു പടമാണ്. ചെന്തില് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, കറക്റ്റാണ്. അപ്പൊ ബിനി ഇപ്പൊ മണിച്ചേട്ടന്റെ ആ ഒരു കഥ വെച്ചിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ആ ഒരു നോട്ടബിൾ ആയിട്ടൊരു ക്യാരക്ടർ. വേറെ കാര്യമുണ്ട്, എനിക്ക് സങ്കടം എന്ന് വേറെ ഒന്നുമല്ല. അതില് ഞാനും രഞ്ജു ചാലക്കുടിനെ അറിയില്ലേ, രഞ്ജു ചാലക്കുടി നായകനായിട്ട് വിളിച്ചതാണ്. നായകനായിട്ട് വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വിളിച്ചിരുന്ന സമയത്ത് വെള്ളപ്പൊക്കം, മൊത്തം വെള്ളത്തിന് നിറഞ്ഞേക്കുക. എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ ചെന്നു. അപ്പൊ സാറ് പറഞ്ഞു, അയ്യോ വെള്ളം കയറിയ സമയത്തല്ലേ വന്നത്, അപ്പൊ പിന്നെ മതിയില്ലോ എന്ന് ചോദിച്ചു സാർ. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ് വിളിച്ച സമയത്ത് ഞാൻ വന്നില്ലെങ്കിൽ സാറ് വേറെ ആരെങ്കിലും വെച്ചാലോ എന്ന് വരെ ചോദിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ വാസന്തി ലക്ഷ്മി ആ പെർഫോമൻസ് അന്ധനായിട്ടുള്ള എല്ലാം കാണിച്ചു കൊടുത്തു, അങ്ങനെ എല്ലാം ചെയ്തു. അപ്പം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുമേഷ് കുട്ലക്ക്, അവനാണ് അരുൺ ചേട്ടനോട് പറഞ്ഞിട്ടാണ് സിനിമയിലേക്ക് എനിക്ക് കിട്ടുന്നത്. അരുൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ മാറ്റിയുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തന. അപ്പൊ സാറായിട്ട് ഒരുമിച്ച് പോകുന്ന ഒരാളാണ്. അങ്ങനെ സാറെന്നെ വിളിക്കൂ, ഒരു ദിവസം രാത്രി വിളിച്ച് ഞാൻ അവിടെ ചെന്നു. പക്ഷെ എന്താ പറയാ, രഞ്ജുവിനെ എനിക്കൊന്നും കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ പറഞ്ഞു മണിച്ചേട്ടന്റെ സൗണ്ട് അനുകരിക്കുന്ന ആർക്കും
കിട്ടില്ല. കൊടുക്കരുതെന്ന് പറയും. കാരണം അങ്ങനെയുള്ള ആൾ ആ പടത്തിൽ പാടില്ല എന്ന് പറയും. അതെന്താണെന്ന് അറിയാമോ, എൻ്റെ ക്യാരക്ടർ തന്നെ വേറെ വലിയ 2 ആർട്ടിസ്റ്റിനെ സാർ ആദ്യം സെലക്ട് ചെയ്തതാ. പക്ഷെ എനിക്ക് നമുക്കൊരു ഭാഗ്യം വേണമല്ലോ, സിനിമ എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണല്ലോ, ലക്കാണ്. അതുകൊണ്ട് അതെനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പക്ഷെ അതിനു മുമ്പ് 2 പടം ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ചെറിയ പടമാണ്, വലുതായിട്ട് ഓടിയില്ല. പിന്നെ ഇതിലൂടെയാണ് എനിക്ക് ഇത്തിരി പ്രശസ്തി കിട്ടിയത്. കാരണം കഴിഞ്ഞ ദിവസം വിനയൻ സാറിനെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും വിഷ്ണു ഉണ്ടായിരുന്നു, വിഷ്ണു കൊച്ചു ഞാനുണ്ടായിരുന്നു. സാറേ പുതിയ പടം കണ്ടു മകന്റെ, വിഷ്ണു ഡയറക്ടർ ആനന്ദ് ശ്രീബാല, കണ്ണ് നിറഞ്ഞു പോയി. അതുപോലെ ഒരു നല്ലൊരു സിനിമയായിരുന്നു. കാരണം വിഷ്ണു, കാരണം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സാർ പറഞ്ഞു ആ ശരി, നല്ല ഇനി സിനിമകളുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. കാരണം അടിപൊളി ഡയറക്ഷൻ ആനന്ദ് ശ്രീബാല. അപ്പൊ ആ സിനിമ അപ്പൊ ഞാൻ വിനയൻ സാറിനോട് പറഞ്ഞപ്പോൾ വിനയൻ സാർ പറഞ്ഞു ആ പുതിയ പടം തുടങ്ങാൻ പോവാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം സാറിന്റെ പടങ്ങളെല്ലാം നമ്മൾ അറിയാലോ, വാസന്തി ലക്ഷ്മിയൊക്കെ എന്താ പറയാ, കരിമാടിക്കുട്ടനൊക്കെ മണിച്ചേട്ടനെ പരിഹസിച്ചവരുടെ മുമ്പിൽ നല്ല രീതിയിൽ മണിച്ചേട്ടനെ വില്ലൻ എന്ന് പറഞ്ഞ രാക്ഷസ രാജാവിലെ വില്ലൻ എന്നെ അറിഞ്ഞത് അല്ലേ. ആ ഒരു നമുക്ക് വിനയൻ സാറിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെയാണ്. അന്നും ഇന്നും എന്നും തിലകൻ സാറ്, നമ്മുടെ തിലകൻ ചേട്ടൻ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തിയപ്പോൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനായിട്ടെന്ന് പറഞ്ഞ സാറ് വിനയൻ സാറിനെ മാറ്റി നിർത്തിയില്ല. അല്ല, വിനയൻ സാറ് തിലകൻ സാറിനെ മാറ്റി നിർത്തിയില്ല അല്ലേ. കാരണം മറ്റുള്ളവര് പറഞ്ഞു ഇനി ഇയാള് സംഘടനയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടും ചങ്കൂറ്റായിട്ട് സാറ് പറഞ്ഞു തിലകൻ ചേട്ടൻ എന്റെ പടത്തിലുണ്ടാവും. കാരണം ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞതല്ല. ഞാൻ മണിച്ചേട്ടൻ്റെ ഒരു അനുസ്മരണം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ചാലക്കുടിയിൽ. അന്ന് സാറായിരുന്നു ഗസ്റ്റായിട്ട് വന്ന്. സാർ അവിടെ ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ ഫ്രണ്ടിൽ ഇരുന്ന് ആസ്വദിച്ചാണ്. അപ്പൊ സാറ് പറഞ്ഞ കാര്യമാണ്, തിലകൻ എന്ന് പറഞ്ഞ നടനെ ഞാൻ സപ്പോർട്ട് ചെയ്തതിന്റെ പേരില് എന്നെ സിനിമയിൽ നിന്ന് മാറ്റിയ ഒരാളാണെന്ന് പറഞ്ഞ് സാറ് പറഞ്ഞു. എല്ലാവർക്കും കണ്ണ് നിറഞ്ഞു പോയ ഒരു അനുഭവമായി പോയി. ഇപ്പൊ അതേ തെളിയിച്ചില്ലേ, ഷമിതിനെ മോനെ ഇപ്പൊ അതേ മാർക്കോ സിനിമയിൽ പക്കാ വില്ലനായിട്ട് വന്നേക്കുമല്ലേ. അതാണ് പറഞ്ഞത്, അനുഗ്രഹമുണ്ട്. അത് വല്യച്ഛന്റെ അനുഗ്രഹം എന്നാണ്, മുത്തച്ഛന്റെ അനുഗ്രഹം രീതിയിലാണ് പുള്ളി പറയണത്. അപ്പൊ നമുക്കിനി ഇവരുടെ വിശേഷത്തിലേക്ക് വരാം. അതിന് ഒരാളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഇദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠൻ കൂടെയുണ്ട്, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് നമ്മള് കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും അതിന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരാളുണ്ടാവും, നമ്മൾ മനസ്സിലാക്കുന്ന ആളുകളുണ്ടാവും. വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെയാണ്. എല്ലാത്തിലും ഉണ്ട്. ഒരുപാട് ആവശ്യങ്ങൾക്ക് പുള്ളി പങ്കെടുത്തതാണ്. ചാരിറ്റി മേഖലയിലൊക്കെ സഹായിച്ചാണ്. എന്നാലും സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണല്ലേ. കാരണം ഒരു നന്നായി കാണും, അതാണ് ആഗ്രഹം അല്ലേ. കൂടെ ഉണ്ട്, ഒരു ആന്റണി പെരുമ്പാവൂരെയും പോലെ കൂടെ ഉണ്ടല്ലേ. അത് വലിയൊരു കാര്യമാണോ അല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എന്ത് കാര്യത്തിന് സുഹൃത്തിനെ കൊണ്ടു കിടക്കും, നമുക്ക് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ കൂടെ കട്ട ചങ്കായിട്ട് നിൽക്കുന്ന ഒരാളെ അല്ലേ. അപ്പൊ അങ്ങനെ അല്ലേ നമ്മുടെ സ്വന്തം വെക്കാന് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടെങ്കിലും തുറന്നു പറയാം, നമുക്കൊരു സഹായം വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു കാറിന്റെ ബിസിനസ് ആണ്. കാറൊക്കെ എടുക്കാറുണ്ട്. ഓ അത് ശരി ശരി ശരി. അപ്പൊ കാറിന്റെ ആവശ്യത്തിന് വിളിക്കാൻ നിങ്ങൾക്ക് അല്ലേ.